2020 വേൾഡ് കപ്പിന് ശേഷം സഞ്ജു സാംസനെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ കാണുന്നുണ്ട്, പഴയ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂസിലൊക്കെ സഞ്ജു സാംസൺ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത് തന്നെ സഹായിച്ച പല കളിക്കാർക്കും തൻ്റെ ഫാമിലിക്കാണ്. ഇപ്പോൾ പല ഇൻ്റർവ്യൂവിലും ചോദ്യം ഇങ്ങനെയുണ്ട്, സഞ്ജു സാംസൺ നിങ്ങൾ 11 വർഷമായിട്ട് ഇന്ത്യൻ ടീമിലുണ്ട്, ആ ഇന്ത്യൻ ടീം നിങ്ങളോട് ജസ്റ്റിസ് കാണിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ജു പറയുന്നത് ആബ്സല്യൂട്ട്ലി ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ കിങ് ആക്കുന്നൊരു ഡയലോഗാണ്. തന്നെ പുറത്തിരുത്തിയ ആൾക്കാരോടുള്ള പകയോ അതിനുള്ള പരാതിയോ ഒന്നും സഞ്ജുവിനില്ല. സഞ്ജു ആ മൊമെൻറ്റിൽ ജീവിക്കുകയാണ്. അതാണ് സഞ്ജുവിനെ കിങ് ആക്കുന്നത്. ഒരാളോടും ദേഷ്യമില്ല, ഒരാളോടും പകയില്ല. ഇത് ഗോസ്പലിൽ നമ്മളൊരു കിങ്ങിനെ കാണാൻ. ആ കിങ് എങ്ങനെ കിങ് ആവുന്നത്? ഇളവ് കൊടുക്കുകയാണ്. തൻ്റെ ഒരു സേവകന് ഇളവ് കൊടുക്കുകയാണ്. ആ സേവകൻ കടപ്പെട്ടിരിക്കുന്നത് 10,000 താലന്താണ്. അതൊരു നിസ്സാര എമൗണ്ടൊന്നുമല്ല. ഒരു താലന്ത് എന്ന് പറയുന്നത് 15 വർഷം ഒരുവൻ പണിയെടുത്ത് കിട്ടുന്ന കൂലിയാണ്. അങ്ങനെയാണെങ്കിൽ അവരൊരു ആയുസ് കൊണ്ട് മാക്സിമം നേടാവുന്ന താലന്ത് എത്രയാണ്? 4 താലന്ത്. 4 താലന്താണ് ഒരു ആയുസ് കൊണ്ട് നേടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10,000 താലന്തിന് വീട്ടണമെങ്കിൽ ഇവൻ എത്ര ജന്മം എടുക്കണം? 2500 ജന്മങ്ങൾ എടുക്കണം വീട്ടണമെങ്കിൽ. അപ്പോൾ ഒരിക്കലും വീട്ടാൻ പറ്റാത്ത കടം വിളച്ചു കൊടുക്കുന്നവൻ്റെ പേരെന്താ? രാജാവ്. ഇനി ഈ ഇളവ് കിട്ടിയവൻ എന്താ ചെയ്തത്? അവൻ്റെ താഴെ ഒരുത്തൻ 100 ദിനാറ് തരാനുണ്ടായിരുന്നു. 100 ദിനാറ് എന്ന് പറഞ്ഞാൽ 1 ദിനാറ് ഒരു ദിവസത്തെ കൂലിയാണ്. അപ്പം 100 ദിവസം പണിയെടുത്താൽ വീട്ടാവുന്ന കൂലിയാണ്. ആ കൂലി അത് ഇളവ് ചെയ്ത് കൊടുക്കാൻ ഇവന് പറ്റിയില്ല. അവൻ്റെ പേരെന്താ? സ്ലേവ്, അടിമയാണ്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ ഓർക്കണം, വി ആർ ബിക്കമിങ് കിങ്. നമുക്കൊരു കുഞ്ഞു കാര്യം പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? വി ആർ ജസ്റ്റ് സ്ലേവ്സ്, അടിമകളാണ്.